വരുന്നു അധോലോക ജീവികൾ. ഈ ലോകത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ലോക ജനതയെ പ്രാണവേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അഗാധകൂപം തുറക്കപ്പെടുകയും അതിൽ നിന്ന് പെരിഞ്ചൂളയിൽ നിന്ന് പൊങ്ങുന്നത് പോലെ പുക ഈ ലോകത്തിലേക്ക് ഉയർന്നു വരികയും ആ പുകച്ചുരുളിൽ നിന്നും അധോലോക ജീവികൾ പ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് മഹോദ്രവ കാലഘട്ടത്തിലാണ്. പ്രപഞ്ചസ്രഷ്ടാവായി ദൈവത്തിന് തൃത്വങ്ങളുള്ളതുപോലെ സാത്താനും തൃത്വങ്ങളുണ്ട്. ദൈവത്തിൻ്റെ എതിർമൂർത്തിയാണ് സാത്താൻ. യേശു കർത്താവിൻ്റെ എതിർമൂർത്തിയാണ് ആൻറ്റിക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ എതിർമൂർത്തിയാണ് കള്ളപ്രവാചകൻ അഥവാ ദുരാത്മാവ്. ഇവിടെ യേശു കർത്താവ് 1000 വർഷങ്ങൾ ഈ ഭൂമിയിൽ സൽഭരണം നടത്തുവാൻ കടന്നു വരുന്നതിന് മുമ്പേ പിശാചിന് ഇവിടെ ഭരണം നടത്തുവാൻ ദൈവം 7 വർഷം അനുവദിച്ചിട്ടുണ്ട്. പിശാചിനാൽ നിറയപ്പെട്ട എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ലോകരാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ദുർഭരണം നടത്തുവാനിടയായിത്തീരും. യേശു തൻ്റെ പ്രിയ മക്കളെ ഇവിടെ നിന്നും എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ആൻറ്റിക്രൈസ്റ്റ് രംഗത്ത് വരുവാനിടയായിത്തീരും. അവൻ്റെ ഭരണകാലഘട്ടത്തിലാണ് 5 മാസക്കാലം ഈ ലോകത്തിലെ പാവികളായ മനുഷ്യരെ ദണ്ഡിപ്പിക്കുന്നതിലേക്കായി ഈ ഭീകര ജീവികൾ ലോകത്തിൽ കടന്നു വരുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികം ജീവികൾ ഉണ്ടാകും. ഇതിൻ്റെ രൂപം അനേകം കുതിരകൾ പടക്കോടുന്നത് പോലത്തെ ശബ്ദവും രൂപവുമായിരിക്കും. ഇതിൻ്റെ മുഖം മനുഷ്യരുടെ മുഖം പോലെയും സ്ത്രീകൾക്കുള്ളതുപോലെ തലമുടിയും ഉണ്ടാകും. ഇതിൻ്റെ ശരീരത്തിൽ താമ്ര കവചം പോലെ കവചമുണ്ടാകും. ഇന്നത്തെ AK-47 പോലുള്ള ഗണ്ണുകൾ ഉപയോഗിച്ച് ഇതിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നാലും അതിൻ്റെ ശരീരത്തിലെ വെടിയുണ്ടകൾ കയറില്ല. ഇതിൻ്റെ വാല് കൊണ്ടാണ് മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. വാലിൻ്റെ അഗ്രത്തിൽ തേളിനുള്ളതുപോലെ ഒരു വിഷമുള്ളുണ്ടായിരിക്കും. ഇതിന് 2 ചിറകുകളുണ്ടാകും. ഇത് ആകാശമധ്യത്തിലൂടെയാണ് പറന്നു വരുന്നത്. ഇത് 4ഉം 5ഉമായി പറന്നു വരികയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തിൽ അത് ഇറങ്ങി വരികയും ഓരോ വ്യക്തികളെ പിടിച്ച് ഇതിൽ വാലിൻ്റെ അഗ്രത്തിലുള്ള മുള്ള് ശരീരത്തിൽ കുത്തി ഇറക്കുകയും അതിലൂടെ ചീറ്റുന്ന വിഷദ്രാവകം ശരീരത്തിൽ കടന്നാൽ ആ നിമിഷം മുതൽ തന്നെ അതിസഹനീയമായ വേദന ഉണ്ടാവുകയും ഒരു കുതിര എങ്ങനെയാണ് ചാടുന്നു അതുപോലെ 5 മാസക്കാലവും കിടക്കുവാനോ ഇരിക്കുവാനോ നിൽക്കുവാനോ ഒന്നും കഴിയാതെ അതിവേദന കൊണ്ട് പുളയുന്ന അനുഭവമായിരിക്കും. ഇതിൻ്റെ കുത്തേറ്റ ഭാഗത്ത് വേഗം നീരായി അത് പൊട്ടി അഴുകി ദുർവ്രണമായി ശരീരത്തിലെ ഓരോ അവയവങ്ങളും ആ സ്ഥാനത്തിൽ നിന്നും അടർന്നു വീണുകൊണ്ടേയിരിക്കും. ഇതിനെ ട്രീറ്റ് ചെയ്യാനായി ഡോക്ടേഴ്സിനടുത്ത് കടന്നു പോകുമ്പോൾ അവിടെയും ഇതായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഈ ഭീകര ജീവി അവിടെ കടന്നുപോയി ഡോക്ടർമാർ വളരെ സുരക്ഷിതമായ ഇടത്തിൽ വാതിലൊക്കെ അടച്ച് ഈ ജീവിയുടെ ശബ്ദം കേട്ട് ഭയന്ന് ഭവനത്തിനകത്ത് എവിടെ വിളിച്ചിരുന്നാലും ഈ ജീവി ഇതിൻ്റെ വായിൽ നിന്നും തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നതിനാൽ അതൊന്ന് ഊതുമ്പോൾ എത്ര കോൺക്രീറ്റ് ചുവരായിരുന്നാലും എത്ര വാതിലിന് എത്രമാത്രം അത് ബന്ധസ്ഥായി അതിനെ ലോക്ക് ചെയ്തിരുന്നാലും അതിനെല്ലാം ഇത് ഊതുമ്പോൾ അതിനകത്ത് കയറിപ്പോകാനുള്ള ആ ഹോൾ അവിടെ ഉണ്ടാവുകയും
അതിലൂടെ വീടിനകത്ത് കയറി ചെന്ന് അതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഭയന്നിരിക്കുന്ന വ്യക്തികളെ പിടിച്ച് ഇതിൻ്റെ വാലിൻ്റെ അഗ്രത്തുള്ള ആ മുള്ള് ശരീരത്തിൽ കുത്തിയിറക്കി വിഷം ചീറ്റി ആ ജീവി മടങ്ങിപ്പോകുവാനിടയിത്തീരും. അങ്ങനെ മനുഷ്യൻ പ്രാണവേദനയിലായിത്തീരും. ഈ ജീവികളെ നശിപ്പിക്കുന്നതിലേക്കായി, അതിനെ ഒടുക്കിക്കളയുന്നതിനായി ഗവൺമെൻറ് ഇതിൽ എന്ത് തന്നെ പരിശ്രമിച്ചിരുന്നാലും 5 മാസക്കാലം അതിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. പരാതികളുമായിട്ട് മന്ത്രിമന്ദിരങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ മന്ത്രിമാരും ഇതിൻ്റെ കുത്തേറ്റ് അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാതെ മന്ത്രിമന്ദിരത്തിനകത്ത് ഒരു നൃത്തം തുള്ളിക്കൊണ്ടിരിക്കുന്ന, വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത്. ഒരു ഫയലുകളിൽ ഒപ്പിടാനോ കാര്യങ്ങൾ നടത്തുവാനോ ഒന്നും കഴിയാതെ, അവിടെ വിലയേറിയ വാഹനങ്ങളിൽ ഇരിക്കാനോ ഒന്നിനും കഴിയാതെ അവർ വേദനപ്പെടുന്ന അനുഭവമായിരിക്കും കാണാനായി കഴിയുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെ ഏത് മേഖലകളിൽ നോക്കിയിരുന്നാലും ഉന്നതന്മാരെല്ലാം, അതേപോലെ ദുഷ്ടന്മാരെയൊക്കെ അന്ന് ഈ ഭീകരജീവി കുത്തുവാനിടയായിത്തീരും. ഏകദേശം ബൈബിളിൽ പറയുന്നു, ലോക ജനസംഖ്യയുടെ 1/3 ജനങ്ങളെയും ഈ ഭീകരജീവി 5 മാസത്തിനുള്ളിൽ കുത്തി അത് വേദനപ്പെടുത്തുവാനിടയായിത്തീരും. ഇതൊരു കുഞ്ഞു കാര്യം മാത്രമാണ് ഞാനിതിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ തിരുഗ്രന്ഥത്തിൽ ഇതുപോലെ നൂറ്റുകണക്കിന് അനുഭവങ്ങൾ, വരാൻ പോകുന്ന സംഭവങ്ങളാണ് ലിഖിതം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, ഇങ്ങനെയുള്ള ആർക്കും സഹിക്കാൻ കഴിയാത്ത അതികഠിനമായ വേദനകളിലൂടെയായിരിക്കും മഹോദ്രവകാലത്തിൽ മനുഷ്യൻ കടന്നു പോകേണ്ടതായി വരുന്നത്. ഈ ദുർവിധിയിൽ ഒന്നും നമ്മൾ ചെന്നപ്പെടാതെ യേശുവിൻ്റെ 2ാമത് വരവ് ഈ സമീപ ദിനങ്ങളിൽ നടക്കാൻ തിരുവചനപ്രകാരം ലോക സംഭവങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ കർത്താവ് യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ച് യേശുവിൻ്റെ വചനാധിഷ്ഠിതമായ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്ത് നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായി 2ാമത്തെ വരവിൽ നമുക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും 7 വർഷത്തെ മണിയറവാസ അനന്തരം നമുക്ക് ഈ ഭൂമിയിലെ സഹസ്രാബ്ദ വാഴ്ചയും തുടർന്ന് പുതുവാന ഭൂമിയിൽ യേശുവിനോടൊത്ത് വാണുകൊണ്ട് കോടിക്കണക്കിന് യുഗങ്ങളോളം പ്രപഞ്ചസ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കാനുള്ള ഭാഗ്യമാണ് ഒരുങ്ങി വരുന്നത്. ആയതിനാൽ വിലപ്പെട്ട ഭാഗ്യത്തെ നമ്മൾ സന്തോഷത്തോടെ നെഞ്ചിലേറ്റി യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ആദരിക്കട്ടെ. ആമേൻ.